ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണിയിലെല്ലാം വലിയ നഷ്ടമായിരുന്നു. US വിപണിയിൽ വെള്ളിയാഴ്ച വലിയൊരു നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു വർഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം US വിപണിയിൽ ഉണ്ടായി. അവിടെ ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാത്തതാണ് വിപണിയുടെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം. US വിപണി എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലാണ് വ്യാപാരം നടന്നിരുന്നത്. എന്നാൽ നമ്മുടെ വിപണിയിലാണെങ്കിൽ ആ ഒരു നിലവാരത്തിൽ എത്രയോ താഴേക്ക് നീങ്ങിയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 12-13% മുൻനിര ഓഹരികളിലും അതിലും കൂടുതൽ രണ്ടാം തര ചെറുകിട ഓഹരികളിലും നഷ്ടത്തിലാണ് നമ്മുടെ വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. എങ്കിൽ കൂടിയും ആ ഒരു ആഗോള വിപണിയിലെ നഷ്ടം നമ്മുടെ വിപണിയെ വീണ്ടും ബാധിക്കാനാണ് സാധ്യത. ഇന്ന് നല്ലൊരു നഷ്ടത്തിലായിരിക്കും ഇന്നിവിടെ വ്യാപാരം തുടങ്ങുക. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മിക്ക ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന തുടരുന്നത് നമ്മുടെ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സാങ്കേതികമായി 28,800 എന്ന നിലവാരമാണ് ഏറ്റവും പ്രധാനം. ആ നിലവാരത്തിന് താഴേക്ക് ഇതുവരെ വ്യാപാരത്തിലിട്ട് നീങ്ങിയില്ലെങ്കിൽ കൂടിയും വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ആ നിലവാരത്തിന് താഴെ നീങ്ങിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത് 22,500 എന്ന നിലവാരമാണ്. ആ ഒരു നിലവാരത്തിലേക്ക് വ്യാപാരം ഇന്ന് നീങ്ങാനും സാധ്യതയുണ്ട്. ചെറുകിട നിക്ഷേപകരും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളോടൊപ്പം വിപണിയിൽ വിൽപ്പന നടത്തുന്ന ഒരു പരിധിവരെ വിപണിയുടെ സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം വളരെ ഉയർന്ന തോതിലെ കയറ്റിറക്കങ്ങളും ഈ ഒരു ആഴ്ചയിൽ വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ കൂടുതൽ മോശമാവുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്വാധീനവും നമ്മുടെ വിപണിയിലുണ്ടാവും. എന്തായാലും നിക്ഷേപകർ ഇപ്പോൾ വളരെ കരുതലോടെ വിപണിയിൽ ഇടപെടേണ്ട സമയമാണ്. ഇന്ന് വലിയൊരു നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.